ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് എയർ ഫ്രയർ റെസിപ്പിയാണ്. എയർ ഫ്രയറിൽ നല്ലൊരു പഫ്സ് നമുക്ക് ഉണ്ടാക്കിച്ചെടുക്കാം. ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ, അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പഫ്സ് ഉണ്ടാക്കിച്ചെടുക്കാം കേട്ടോ. വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറും ടൈമെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുമ്പ് കുറേ എയർ ഫ്രയർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ, ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഞാനിവിടെ എഗ് പഫ്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞിട്ടുള്ള സവാള ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയിട്ടെടുക്കാം. ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ, പിന്നെ എഗ്ഗിൻ്റെതാണെങ്കിൽ ആ ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അധികം അങ്ങ് വഴന്ന് സോഫ്റ്റ് ആവേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രൂപത്തിൽ ആയാൽ മതി. നമുക്കതിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്കിനി പഫ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പഫ്സിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള പഫ് ഷീറ്റാണ് കേട്ടോ. അപ്പം ഫ്രീസറിലാണെങ്കിൽ നമ്മളിത് ഒന്ന് പുറത്തെടുത്ത് വെക്കണം. അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ പോയിട്ട് പഫ്സിൻ്റെ ഷീറ്റ് ഇങ്ങനെ നല്ല ഒരു സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഫ്രീസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു തണുപ്പെല്ലാം മാറിയിട്ട് കിട്ടണം. ഇനി അതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ ഉണ്ടാവില്ല, അത് അതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധിക പേർക്ക് ഉണ്ടാക്കുന്നതോ അറിയുന്നതായിരിക്കുള്ള റെസിപ്പി ആയിരിക്കും. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങി മുട്ടതിൻ്റെ പകുതി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീഡിയോ കാണുന്നത് പോലെ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. പഫ് ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. മേൽഭാഗത്തും അടിഭാഗത്തായിട്ടുള്ള ബട്ടർ പേപ്പർ മാറ്റണേ. പിന്നെ എന്നിട്ട് ഇതേപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാൻ, എന്തായാലും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് വരുമ്പോൾ അതിങ്ങനെ നിവർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തണുപ്പ് മാറിയാൽ മാത്രമേ നമുക്കിങ്ങനെ ഒട്ടിയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതാണ് തണുപ്പ് മാറണം, ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഒരു മസാലയിൽ 4 പഫ്സാണ് ഉണ്ടാക്കുന്നത്. പഫ്സിന് നമ്മൾ എഗ് വാഷ് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി പഫ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ ആ ബാസ്ക്കറ്റിലില്ല, എയർ ഫ്രയർ ലൈനർ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ എയർ ഫ്രയറിൻ്റെ ഇത് ഇങ്ങനെ ഡോട്ടായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പഫ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഡോട്ടായിട്ടുണ്ടാവും അടിയിലായിട്ട്. ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനർ വെക്കുന്നതാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ എയർ ഫ്രയർ ലൈനർ. നമുക്ക് ഷോപ്പിലും വാങ്ങാൻ കിട്ടും, അല്ലാതെ ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഒരു ലൈനറിൽ ഞാൻ എഗ് വാഷും കൂടെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ MI എന്ന ബ്രാൻഡിൻ്റെ 3.5 ലിറ്റർ വരുന്ന എയർ ഫ്രയറാണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് 4 എണ്ണമാണ് പഫ്സ് വെക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ എയർ ഫ്രയറിൻ്റെ ഇതനുസരിച്ചിട്ട് പഫ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ പഫ്സിൻ്റെ മുകളിലായിട്ടും ആ ഒരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പഫ്സിൻ്റെ ടെക്സ്ചറും അതെല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എയർ ഫ്രയർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുവരെ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടാവല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. 4 പഫ്സിലും എഗ് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണാക്കിയിട്ട് എനിക്കിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാനുവലിൽ 180 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വന്നിട്ടുള്ളത്. പിന്നെ അതിൽ 14 മിനിറ്റാണ് ഞാൻ ഈ ഒരു പഫ്സിന് വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 14 മിനിറ്റിൽ പിന്നെ ഒരു 6 മിനിറ്റ് കൂടെ ടൈം ബാക്കിയുള്ള ടൈമിൽ ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ടുണ്ട്. ഇത് ഇനിയും എങ്ങനെ നമുക്കൊരു ടൈം മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല.
അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഒരു ഇത് റെഡി ആവുന്നുണ്ടോയെന്നൊക്കെ. എനിക്ക് ആ ഒരു കറക്റ്റ് ടൈമിലാണ് കേട്ടോ, കറക്റ്റ് ആ ഒരു 14 മിനിറ്റിലാണ് ഇതേപോലെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുള്ളത്. പപ്സ് ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പഫ് ഷീറ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, വാങ്ങിച്ചിട്ടുള്ള ആ ഒരു റെഡിമെയ്ഡ് ഷീറ്റിലാണ് ഇതുവരെ എയർ ഫ്രയറിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒന്ന് പഫ് ഷീറ്റ്